ഹായ് ഫ്രണ്ട്സ്. ഇന്ന് സോഷ്യൽ മീഡിയ ഫീഡ് മൊത്തം ദീപക് എന്ന പേരാണല്ലേ. ഇറ്റ്സ് ലിറ്ററലി എവരിവെയർ. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു സാധാരണ മനുഷ്യൻ ഇത്ര വലിയ വൈബായിട്ട് മാറിയത്? സിമ്പിളാണ്. അതായത് നമ്മളെല്ലാവരും അനീതി കണ്ടു നിൽക്കാൻ ശീലിച്ച ഒരു സൈലൻറ്റ് ജനറേഷനായിട്ട് മാറുമ്പോൾ ദീപക് അവിടെ ഒരു മെയിൻ ക്യാരക്ടർ എനർജി പുറത്തെടുത്തു എന്നുള്ളതാണ് സത്യം. ഇത് കാണുമ്പോൾ എനിക്ക് പഴയ ദാവീദിൻ്റെയും ഗോലിയത്തിൻ്റെ കഥയാണ് ഓർമ്മ വരുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ഗോലിയത്ത് എന്ന് പറയുന്നത് വമ്പൻ സൈന്യമൊന്നുമല്ല. അത് ഇന്നത്തെ മോബ് മെൻറ്റാലിറ്റിയാണ്. അതായത് കൂട്ടമായി വന്ന് ഒരാളെ അടിച്ചമർത്തുന്ന കണ്ണിൽ ചോരയില്ലാത്ത ഒരു ഭയങ്കര വികൃതമായ ഒരു ക്രൂരത. അവിടെ ദീപക് കാണിച്ച ഒരു ഗട്ട്സ് ഉണ്ടല്ലോ, അത് ബൈബിൾ പറയുന്ന അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. ബൈബിളിലെ നല്ല ശമര്യൻ്റെ ഉപമയിൽ പലരും വഴിമാറി നടന്നപ്പോൾ ഒരാൾ മാത്രം സഹായിക്കാനായിട്ട് വന്നതുപോലെ ഇന്ന് പലരും ഫോണിൽ വീഡിയോ എടുത്ത് വ്യൂസിന് വേണ്ടി നോക്കി നിന്നപ്പോൾ ദീപക് മാത്രം ആ മനുഷ്യന് വേണ്ടി ഒരു ഷീൽഡായിട്ട് നിന്നു എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം. അവിടെ ബൈബിൾ പറയുന്ന ആ ഒരു സ്നേഹം വെറും വാക്കല്ല, അത് ആക്ഷനാണെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ്. ജസ്റ്റിസ് എന്നത് വെറും ടെക്സ്റ്റ് ബുക്കിൽ വായിക്കാനുള്ളതല്ല, അത് റോഡിലിറങ്ങി കാണിക്കേണ്ട ഒന്നാണെന്ന് പ്രോബ്സിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അവിടെ പറയുന്നത് സ്പീക്ക് ഫോർ ദോസ് ഹു കനോട്ട് സ്പീക്ക് ഫോർ ദംസെൽസ്. നമുക്ക് ചുറ്റും 1000 പേർ ഉണ്ടാകും, പക്ഷേ അനീതിക്കെതിരെ വിരൽ ചൂണ്ടാൻ ആരുമില്ലെങ്കിൽ ആ ക്രൗഡിന് എന്ത് വിലയാണുള്ളത്? ശരിയല്ലേ? ദീപക് അവിടെ ഒറ്റയ്ക്കായിരുന്നു, പക്ഷേ സത്യത്തിന് കൂടെ നിൽക്കുമ്പോൾ ഹി വാസ് ദ മെജോറിറ്റി. പണ്ട് ക്രിസ്തു കുരിശിൽ കാണിച്ച ആ വലിയ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ എനിക്ക് ആ മനുഷ്യനിൽ കാണുവാനായിട്ട് കഴിയും. അതായത് സ്വന്തം ജീവൻ റിസ്ക് ചെയ്ത് മറ്റൊരാളെ സംരക്ഷിക്കുക എന്ന മനോഹരമായ ഒരു ദൗത്യം. സോ ഗൈസ്, ഡോണ്ട് ജസ്റ്റ് ബി എ ഫോളോവർ ഓഫ് ട്രെൻഡ്സ്, ബി എ ഫോളോവർ ഓഫ് ട്രൂത്ത്. ദീപക് നമുക്ക് നൽകുന്ന ഒരേ ഒരു മെസ്സേജ് ഇതാണ്. അതായത് ലോകം മുഴുവൻ ഒരു തെറ്റിൻ്റെ കൂടെ നിന്നാലും ഒറ്റയ്ക്കായാലും ശരിയുടെ കൂടെ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. Be the light, be the change, and most importantly, be the protector of the weak. God bless you.